ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണം എന്ന ആഗ്രഹമുണ്ട്. വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം. വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. ഞാനൊരു 6 വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഗ്രൂപ്പ് കോൾ ചെയ്യാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളുമുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം. ഇപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കോള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ വന്ന ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ധാരാളം കാര്യങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രൂപ്പ് കോളാണ്. ഒരേ സമയം 5 6 ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാം. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് നമുക്ക് അത് ഉപയോഗിക്കാനും പ്രയോഗിക്കാനും സ്പീഡിൽ സംസാരിക്കാനും എല്ലാം പറ്റുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം, ജോയിൻ ചെയ്യാം, എന്നെ വിളിച്ചാൽ മതി. മറ്റുള്ളവരോട് ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് 24 മണിക്കൂറും ഈ ഗ്രൂപ്പ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുറച്ച് ടൈം ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ഒരു കോൾ ബട്ടൺ പ്രസ് ചെയ്താൽ കോൾ എല്ലാവർക്കും പോകും. ആ സമയത്ത് ആരെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുന്നോ അവരോടെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും മറ്റുള്ളവരായിട്ട് സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വേറൊന്ന്, നിങ്ങൾക്ക് മറ്റുള്ളവരോട് വോയിസ് മെസ്സേജ് വഴി മെസ്സേജസ് വിടാം. വോയിസ് മെസ്സേജ് വഴി വിടുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വോയിസ് മെസ്സേജായിട്ട് വിടുന്ന സെൻറ്റൻസ് ആ മെസ്സേജ് നമുക്ക് വീണ്ടും കേൾക്കാം. വീണ്ടും കേട്ടിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാം, അത് തിരുത്താനും പറ്റും. അതുപോലെ നിങ്ങൾ ആർക്കാണോ ഈ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലത്തെ എല്ലാവരും അത് കേൾക്കും. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്കത് പറഞ്ഞു തരും. പിന്നെ ഗ്രൂപ്പിൽ വിടുന്നത് കൂടാതെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടാവും. അവരിൽ കുറേ ആൾക്കാരെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഡയറക്റ്റായിട്ട് അവർക്കും വിടാം. നിങ്ങൾ വിട്ട വോയിസ് മെസ്സേജിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തിരുത്തി തരും. എല്ലാവരും പരസ്പരം തിരുത്തി കറക്റ്റ് ചെയ്ത് മുന്നേറാനാണ് ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് വോയിസ് മെസ്സേജ് ഗ്രൂപ്പിലും ഇടാം, ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് വിടാം. അത് വോയിസ് മെസ്സേജിന്റെ പ്രത്യേകത. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം ഗ്രൂപ്പിൽ വന്ന് ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളുമായിട്ട് ഒരുമിച്ച് സംസാരിക്കാം. രണ്ടാമത്തത് വോയിസ് മെസ്സേജ്. ഇനി മൂന്നാമത്തത്, നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജും വിടാം. ഈ ഗ്രൂപ്പിൽ തന്നെ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്തിടാം. പിന്നെ ഓരോ വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. ഇനി ടെക്സ്റ്റ് മെസ്സേജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സെന്റൻസ് കറക്റ്റായിട്ട് എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കും. ടൈപ്പ് ചെയ്ത സെന്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവർ കണ്ടുപിടിക്കും, അവർ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും. ഇവിടെ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ വരില്ല. എല്ലാവരും നിങ്ങളെ കറക്റ്റ് ചെയ്യാനേ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സെന്റൻസ് തെറ്റിപ്പോകുന്ന കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. ടൈപ്പ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് വിടുന്നതും ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുമ്പോഴും എത്ര തെറ്റ് പറ്റിയാലും ഈ ഗ്രൂപ്പിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ആരും നിങ്ങളെ കളിയാക്കില്ല. എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളെ സഹായിക്കാനേ വരുള്ളൂ. അതുകൊണ്ട് തെറ്റും എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ മൂന്നാമത്തെ ഐറ്റം ടെക്സ്റ്റ് മെസ്സേജ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്യുന്നതും ഇൻഡിവിജ്വലായിട്ട് ടൈപ്പ് ചെയ്ത് വിടുന്നതുമാണ്. ടെക്സ്റ്റ് മെസ്സേജ് കറക്റ്റായിട്ട് ഒരു സെന്റൻസ് എഴുതാൻ നിങ്ങൾ പഠിക്കും. മറ്റൊന്ന്, നിങ്ങൾക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം. ഉദാഹരണത്തിന്, ഒരാൾ ഇന്നലെ ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി എന്ന് ചോദിച്ചു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അറിയില്ല. അത് ഈ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അത് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും മലയാളം സെന്റൻസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഗ്രൂപ്പിലുള്ള മറ്റാൾക്കാർ അത് ഇംഗ്ലീഷിലാക്കി തരും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അത് കേട്ടിട്ട് ഞാനും അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ചേരുക. ധാരാളം ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ കുറെ കാലം നിങ്ങൾക്ക് തുടർച്ചയായി ഗ്രൂപ്പിലെ മെമ്പേഴ്സായിട്ട് ബന്ധം പുലർത്തി ഇംഗ്ലീഷ് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. മറ്റൊന്ന്, ഈ ഗ്രൂപ്പ് 24 മണിക്കൂറും ആക്റ്റീവാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഗ്രൂപ്പിലേക്ക് വരാമെന്നുള്ളതാണ്. അല്ലാതെ ഒരു ടൈം ഫിക്സ് ചെയ്ത ടൈം ചില വാട്സാപ്പ് സിസ്റ്റത്തിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ സംസാരിക്കാൻ അവസരം തരുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, 24 മണിക്കൂറും ഏത് പാതിരാക്കും നിങ്ങൾക്ക് ആൾക്കാരെ കിട്ടും ഈ ഗ്രൂപ്പിൽ.
എപ്പോൾ വേണമെങ്കിലും വരാം. ഈ ഗ്രൂപ്പിൻ്റെ ഫെസിലിറ്റീസ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ചോദിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. ഗ്രൂപ്പിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നേരിട്ട് വിളിച്ചാൽ മതിയാവും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് സംസാരിച്ചാൽ മതി. ഓക്കെ.